എല്ലാവർക്കും സുഖാന്ന് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്വർണ്ണ വിലേനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. സ്വർണ്ണവില റെക്കോർഡ് വിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും വില കൂടിക്കൊണ്ട് നിൽക്കുന്നു. ഇന്ന് 76,960 സ്വർണ്ണവില. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം സ്വർണ്ണം വിൽക്കാനുള്ള നല്ല ഒരു അവസരമാണ്, നല്ല സമയമാണ് സ്വർണ്ണം വിൽക്കാനുള്ള കേട്ടോ. അതുപോലെ വാങ്ങുന്നവരോട് ഞാൻ പറയാം, ഇപ്പം വാങ്ങേണ്ടിക്കുന്നതല്ല. കാരണം ഇപ്പോൾ നമ്മളെ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ട് അടിച്ച് കയറുന്നതാണ്. അത് തീർന്ന പാട് വില കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യമെങ്കിൽ മാത്രമേ ഈ സമയത്ത് സ്വർണ്ണം വാങ്ങേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്വർണ്ണം കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നതിൽ നഷ്ടമില്ല. കാരണം പഴയ സ്വർണ്ണത്തിന് ഇതേ മാർക്കറ്റ് റേറ്റിന് കിട്ടുന്നുണ്ട്. സ്വർണ്ണം കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നതിൽ നഷ്ടമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പൈസ കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നത് നിങ്ങൾ 2 വട്ടം ആലോചിച്ച് ചെയ്താൽ മതി. കാരണം ഈ ഒരു സാമ്പത്തിക പ്രശ്നം കഴിഞ്ഞാൽ വില കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനമാണ്. നമ്മളൊന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടാ, എന്നാലും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വിൽക്കുന്നവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലേ വിൽക്കണ്ടു. കാരണം ഓരോ ദിവസം വില സ്റ്റെപ്പായി കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാഭം കൂടിക്കൂടി വരിക. അപ്പോൾ അത്യാവശ്യം ഉണ്ട് വിൽക്കുക, ഇല്ലെങ്കിൽ ബാങ്കിൽ തന്നെ വെക്കുക. പിന്നെ ബാങ്കിൽ വെച്ച് സ്വർണ്ണം ഈ പറഞ്ഞ പോലെ ഡേറ്റ് കഴിഞ്ഞ് അത് ലേലം വിളിച്ച് പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതുക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ലേലം വിളിച്ച് വെച്ച് നിങ്ങളവർക്ക് വലിയ പലിശയാവും, അവിടെ നഷ്ടമാണെന്ന് വെച്ചാൽ അവിടെ പോയി ഒപ്പിട്ട് അവർക്ക് കൊടുത്തേക്കരുത്. ബാങ്കിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞ് ലേലം വിളിച്ച് കൊടുക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, പോയിട്ട് പുതുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതുക്കിയിട്ട് എന്നും കുറേ കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഈ പലിശേൻ്റെ പൈസ അടക്കണക്ക് വന്ന് ഈ വില കൂടി കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യമുണ്ട്, സ്വർണ്ണം വിറ്റേ പറ്റുമെങ്കിൽ ഈ മുകളിലത്തെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ബാങ്കിൽ വന്നിട്ട് പൈസ തന്ന് സ്വർണ്ണം എടുത്തിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വില നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അറിയാലോ, ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്. കാരണം ഇപ്പോൾ എടുക്കാൻ പൈസ ഇല്ല, അപ്പം എന്നാൽ വേണമെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുന്നത് ബാങ്കിലുള്ള സ്വർണ്ണം എടുത്ത് വിൽക്കാൻ വേണ്ടിയെല്ലാം നമ്മൾ സഹായിക്കലുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അത്യാവശ്യം ഉണ്ടെങ്കിലേ വിൽക്കണ്ടു, അല്ലാത്ത പക്ഷം വിൽക്കേണ്ട ഒരാവശ്യമില്ല ഈ സമയത്ത്. കാരണം റേറ്റ് കൂടി വരുമോന്ന്. അപ്പോൾ സ്വർണ്ണം വാങ്ങുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക, വിൽക്കുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ. വാങ്ങുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കുക, വിൽക്കുന്നവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് കയറ്റാണ്. ഇത് അഥവാ ഇറങ്ങുന്നുണ്ടെങ്കിൽ വേഗത്ത് വിൽക്കുന്നത് നല്ല. കാരണം എന്താണ്, ഈ സാമ്പത്തിക ചർച്ച, അമേരിക്ക ഇന്ത്യയായിട്ടുള്ള സാമ്പത്തിക ചർച്ച ചിലപ്പോൾ തീരില്ലെങ്കിൽ പെട്ടെന്ന് ഇടിയും. അപ്പം എന്നാ കൃത്യമായിട്ട് വാർത്ത നോക്കുക. ഈ നമ്മളെ ട്രംപ് എന്തെങ്കിലും കുറക്കുന്നുണ്ടെങ്കിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയം വിൽക്കേണ്ടവർ, ബാങ്കിൽ പണയം വെച്ചവർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം വിൽക്കുന്നതായിരിക്കും നല്ല. ഏതായാലും ഈ സമയം വിൽക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം ഇനിയൊരു 2-3 ദിവസം വില കയറാനുള്ള സാധ്യത കാണാനുണ്ട് എനിക്ക് പറയാനുള്ള. അപ്പോൾ ഇത്രയും തൊട്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ സ്വർണ്ണത്തിനെ പറ്റി തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി എന്നാൽ അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.